നമസ്കാരം. ഇന്ന് കുറച്ചാളുകളെങ്കിലും എം.ജി. മോട്ടോഴ്സ് അല്ലെങ്കിൽ മോറിസ് ഗാരേജ് ഒരു ബ്രിട്ടീഷ് വാഹന നിർമ്മാണ കമ്പനിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. 1924 ഓക്സ്ഫോർഡ് ആസ്ഥാനമായിട്ട് സിസിൽ കിംബർ അദ്ദേഹമാണ് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 2007 സൈക്ക് മോട്ടോഴ്സ് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയെ ഏറ്റെടുക്കുകയാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് മറ്റ് വാഹന നിർമ്മാണ കമ്പനികളുടെ വാഹനത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന്, അതിപ്പം ബൗജിങ്ങിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വൂളിങ്ങിൻ്റെ ആയിക്കോട്ടെ, ഇത്തരം വാഹന നിർമ്മാണ കമ്പനികളെല്ലാം സൈക്ക് മോട്ടോഴ്സ് എന്ന് പറയുന്ന വലിയ കമ്പനിയുടെ താഴെ വരുന്ന ചെറിയ ചെറിയ കമ്പനികളാണ്. അപ്പം വൂളിങ്ങിൻ്റെ വാഹനങ്ങളാണ് ഇപ്പോൾ എം.ജി കൂടുതലായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് റീബാഡ്ജ് ചെയ്ത് വിൽക്കുന്നത്. നമുക്കറിയാം, ഈ എം.ജിയുടെ ഷോറൂമിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രിട്ടീഷ് ലെഗസി കാണിക്കാനായിട്ട് ഒരുപാട് ഈ ബ്രിട്ടൻ്റെ ഫ്ലാഗ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്രയും പ്രതീതി ഉണ്ടാക്കത്തക്ക രീതിയിൽ കുറേ കാര്യങ്ങൾ അവരുടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു ചൈനീസ് ബ്രാൻഡ് ആണ്. ഇപ്പോൾ എവിടെയാണ് ചൈനീസ് ബ്രാൻഡ് അല്ലാത്തത് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും വരും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള വൂളിംഗ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ കുറച്ചധികം മോഡലുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എം.ജി കൊണ്ടുവരികയും റീബാഡ്ജ് ചെയ്ത് ഇന്ത്യൻ സാഹചര്യത്തിന് ആവശ്യമായിട്ടുള്ള ചില ചേഞ്ചുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സസ്പെൻഷൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അത്തരം വാഹനങ്ങളെ കൊണ്ടുവന്ന്, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ് ഇന്ത്യയിൽ എം.ജി മോട്ടോഴ്സ് അവരുടെ കോമറ്റ് EV ആയിട്ട് വിൽക്കുന്നത്. അതുമാത്രമല്ല, വൺ ഓഫ് ദ സക്സസ്ഫുൾ പ്രോഡക്ട്സ് എന്ന് തീർച്ചയായിട്ടും ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിൻസർ കാസ്റ്റൽ, അതൊക്കെ നമ്മൾ ആ പേര് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതെല്ലാം ഒരു ബ്രിട്ടീഷ് ലെഗസിയെ കാണിക്കത്തക്ക രീതിയിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ വാഹനം വൂളിങ്ങിൻ്റെ ക്ലൗഡ് EV ആണ്. അപ്പം വിൻസർ എന്ന് പറയുന്ന എം.ജിയുടെ ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത് വൂളിങ്ങിൻ്റെ ക്ലൗഡ് EV ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറച്ച് ആളുകൾക്കെങ്കിലും അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 2026 ഓഗസ്റ്റ് 26 അവർ പുതിയൊരു വാഹനത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 7 സീറ്റർ വാഹനമാണ്. നെയിം പ്ലേറ്റിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. നമുക്കറിയാം, വൂളിങ്ങിൻ്റെ തന്നെ ക്സിയോൺ എന്ന് പറയുന്ന ഒരു വാഹനത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഈ ഹെക്ടർ എന്ന പേര് ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവർ വന്ന ഒരു കപ്പലിൻ്റെ പേരും ഹെക്ടർ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും എവിടെ നോക്കിയാലും ആ ഒരു ബ്രിട്ടീഷ് ലെഗസി ഉൾക്കൊള്ളിക്കാൻ മാക്സിമം എം.ജി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കണ്ട് വിലയിരുത്തിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു 7 സീറ്റർ വാഹനമാണ്, ഒരു ഇലക്ട്രിക് വാഹനമാണ്. ഈ എം.ജി ഒരു 1.5 മാസം മുമ്പ് അവരുടെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് അവർ പറയുന്നത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ, അതുമാത്രമല്ല റേഞ്ച് എക്സ്റ്റൻഡർ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ, അത്തരം വാഹനങ്ങളൊക്കെ കൊണ്ടുവരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അഡാപ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡ്രൈവ് ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോം ടെക്നോളജി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു 7 സീറ്റർ വാഹനമാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പം ഇത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫാരിയുടെ EV ഒക്കെ ആയിട്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഇലക്ട്രിക് മാർക്കറ്റിൽ നല്ല ഷെയർ എം.ജിക്ക് കിട്ടുന്നത് വിൻസർ EVയിൽ നിന്നും. അത് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഇലക്ട്രിക് കാറുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ 1 ഇപ്പോൾ നിൽക്കുന്നത് വിൻസർ തന്നെയാണ്. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് പ്രതീക്ഷ നമുക്ക് എം.ജി മോട്ടോഴ്സിലുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ടീസർ ഇപ്പോൾ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വാഹനം അറിയാം. വൂളിങ്ങിൻ്റെ എക്സ്ക്യോൺ എന്ന് പറയുന്ന വാഹനമാണ്. EKSION എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇവരിട്ടിരിക്കുന്ന പേര് ഹെക്ടർ നെയിം പ്ലേറ്റിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ആ പേര് ശരിക്കും ആളുകൾക്ക് ഉച്ചരിക്കാൻ കുറച്ചായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പം ഈ ഒരു വാഹനത്തിന് ഇട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഹെക്ടർ തോംഹോക്ക് എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് ഇനിയിപ്പം അവരുടെ മീഡിയ ഇവൻറ്റിലൊക്കെ അവരെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും തോമാച്ചൻ അങ്ങനെയൊക്കെ ആയിരിക്കും നാട്ടുകാരെ വിളിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനം ഒരു വലിയ വാഹനം തന്നെയാണ്. 4745 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്. 1850 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത്. 1755 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഹൈറ്റ്.
അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വീൽ ബേസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2810 മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ്. ഈ ഒരു വാഹനത്തിലേക്ക് ഫീച്ചറുകൾ വാരിക്കോരി കമ്പനി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസം. 360 ഡിഗ്രി ക്യാമറ, എഡാസിൻ്റെ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജർ, അത് മാത്രമല്ല 8.8 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഡ്രൈവർ സൈഡ് ഡിസ്പ്ലേ, മാത്രമല്ല എപ്പോഴും MG കൊടുക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടാബ്ലറ്റ് കൈൻഡ് ഓഫ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കും. 12.8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ശരിക്കും പറഞ്ഞാൽ ഹെഡപ്പ് യൂണിറ്റ് പോലെ ആയിരിക്കും അത് വരാൻ പോകുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും മെയിൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഒക്കെ വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കും. കാരണം നമ്മൾ ഹെക്ടറിലൊക്കെ കണ്ട രീതിക്ക് ഒരു വെർട്ടിക്കലായിട്ടുള്ള വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാറ്ററിയുടെ കാര്യത്തിൽ ഇതുവരെ കമ്പനി കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്തോനേഷ്യൻ മാർക്കറ്റിലൊക്കെ ഉള്ള ഈ ഒരു വാഹനം, വോളിങ്ങിൻ്റെ സ്ക്യോൺ എന്ന് പറയുന്ന വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 69.2 kWh LFP ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അതായത് ലിഥിയം അയോൺ ഫോസ്ഫേറ്റ് കൈൻഡ് ഓഫ് ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടും റേഞ്ചാണ് നമ്മൾ നോക്കുന്നത്. അവിടുത്തെ ഒരു റേഞ്ചൊക്കെ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 600 കിലോമീറ്ററൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് വേണ്ടി വരും. കാരണം ഇത് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ സഫാരി ഇലക്ട്രിക്കും ആയിട്ടായിരിക്കും, തീർച്ചയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും റേഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 600 കിലോമീറ്ററിന് മുകളിൽ എന്തായാലും കമ്പനി നിലനിർത്തിയാൽ മാത്രമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ 7 സീറ്ററിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബാറ്ററി പാക്കിൽ എന്തായാലും ഇപ്പം ഒരു 69.2 kWh ബാറ്ററി പാക്കാണ് ഇപ്പോൾ ഇന്തോനേഷ്യയിലുള്ള മോഡലിനൊക്കെ കമ്പനി കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും വരേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു റിയർ വീൽ ഡ്രൈവ് വാഹനമല്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. അപ്പോൾ അത് മോട്ടർ എന്ന് പറയുന്നത് ഫ്രണ്ട് വീലുമായിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത്. 201 bhp പവറും 310 Nm ടോർക്കുമാണ്. ഇന്തോനേഷ്യയിലുള്ള നിലവിലുള്ള വോളിങ്ങിൻ്റെ സ്ക്യോൺ എന്ന് പറയുന്ന ആ വേരിയൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 170 കിലോമീറ്ററൊക്കെ മാക്സിമം എടുക്കാൻ കഴിയുന്നു. അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും ഇന്ത്യൻസിന് വേണ്ടത് റേഞ്ച് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം 2026 ഓഗസ്റ്റ് 26 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 18 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയ്ക്കായിരിക്കും. അതായിരിക്കും അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ബേജ് നിറത്തിലോ അതല്ലെന്നുണ്ടെങ്കിൽ കോഫി ബ്രൗൺ നിറത്തിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ അതൊക്കെ കമ്പനി അടിക്കടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. കാരണം ഇവരെപ്പോഴും ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചുകളൊക്കെ വരുത്തി അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം അവർക്ക് സെയിൽ നേടാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ മറ്റു വാഹനങ്ങളുണ്ട്. അപ്പോൾ MGയുടെ വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് വിയറ്റ്നാമീസ് വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ വളരെ നല്ല രീതിക്കാണ് വന്നിട്ടുള്ളത്. ഏറ്റവും 7 സീറ്റർ സെഗ്മെൻറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരുമ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ MGയുടെ ഹെക്ടർ തോം ഹോക്ക് എന്ന് പറയുന്ന വാഹനം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. 2026 ഓഗസ്റ്റ് 26 ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ MG കുറേ അധികം വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങൾ തീർച്ചയായിട്ടും ഒരു അസറ്റായിട്ട് മാറും. ഇപ്പോൾ വരുന്ന വാഹനം ഇലക്ട്രിക് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.